ഇപ്പോ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ പ്രശ്നം കേരളത്തിൽ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ത്യയിൽ മൊത്തമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ തെരുവുനായ എന്ന് പറയുന്ന ഒരു ആനിമലിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ABC റൂൾ 2023 എന്ന് പറയുന്ന ഒരു റൂൾ വെച്ചിട്ടാണ്. അപ്പൊ ആ റൂളില് വ്യക്തമായിട്ട് ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യേണ്ടത് എന്നുള്ളത് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2001 ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. 2023 അത് വീണ്ടും അമെൻഡ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും, കേരളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും 2001 തൊട്ട് ഇത് ഫലപ്രദമായി ചെയ്തുകൊണ്ടുവരികയാണ്. ABCയും വാക്സിനേഷനും അഡോപ്ഷൻ ഡ്രൈവുകളും ഫലപ്രദമായി അവരുള്ള മൃഗസംരക്ഷണ സംഘടനകളോട് ചേർന്ന് നടത്തിക്കൊണ്ടുവരികയാണ്. കേരളത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 വരെ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ നായകളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2016 ശേഷമാണ് ABC ചെയ്യണോ വേണ്ടേ എന്നുള്ളതിന്റെ തീരുമാനം എടുത്തത്. അപ്പൊ 2016 വരെ ഇവിടെ ഒരു ABC പോലും നടന്നിട്ടില്ല. അതിനുശേഷം ABC ചെയ്യാൻ ഏർപ്പാടാക്കിയത് കുടുംബശ്രീയിലെ ചേച്ചിമാരെയായിരുന്നു ABC ചെയ്യാൻ ഏർപ്പാടാക്കിയിരുന്നത്, കൂടെ 2 ഡോക്ടറും. അപ്പോ 2 ഡോക്ടർമാർ ABC ചെയ്യുന്നു, സർജറി ചെയ്ത ഡോക്ടറിന് ഇവിടെ കയ്യിൽ കൊടുക്കുന്നു. ഇവര് അവർക്ക് തോന്നിയത് പോലെ ചെയ്ത് അതിന്റെ സ്റ്റിച്ചൊക്കെ പൊട്ടി നായകളെ കൂട്ടില് ഭക്ഷണ വെള്ളമില്ലാതെ ചത്തെടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ABCയിൽ നിന്ന് ഈ കുടുംബശ്രീനെ ഒഴിവാക്കിയത്. അപ്പൊ കുടുംബശ്രീ ചെയ്യുന്ന ABCകളിൽ ഒരു 50% നായകൾ തിരിച്ചു പോകുന്നുണ്ടായിരിക്കാം. പുറത്തു പോകുന്ന നായകൾ പല കണ്ടേജിയസ് ഡിസീസ് വന്ന് മരിച്ചു പോകുന്നുണ്ടായിരിക്കാം, കുറെ അതിൽ വരുന്ന മരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മളത് ചോദ്യം ചെയ്ത് അവരുടെ ABCകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ നേരിട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ കുടുംബശ്രീനെ ഔട്ട്സോഴ്സ് ചെയ്യാതെ അവരെ ഇവിടെ ജോലിക്ക് വെച്ചുകൊണ്ടും ഈ പരിപാടി ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എത്രയോ മാസ്റ്റേഴ്സ് ഡിഗ്രി വരെയുള്ള സർജൻസ് വരെ ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പൊ അവരുടെയൊക്കെ സഹായം തേടി ഈ ABC വൃത്തിക്ക് നടത്തി പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് വലിയ പരിഹാരമാണ്. പിന്നെ ഇപ്പോ പറയുന്നുള്ള പുതിയൊരു ഫോർമുല എന്ന് പറയുന്ന യൂത്തനേഷ്യ, അത് ABC റൂളിലുള്ള ഒരു പ്രൊവിഷൻ തന്നെയാണ്. ആ ഒരു പ്രൊവിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു നായ, അത് കനീൻ എന്ന് പറയുന്നൊരു സ്പീഷീസിന് ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ളത് എന്ന് കോടതി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിനെ കൊല്ലണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു ഡോഗ് മോർട്ടലി ഇഞ്ചേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ 1% പോലും സാധ്യതയില്ലാത്ത ആനിമല്, നാളെ ചാകാൻ പോകുന്ന ഒരു ആനിമലിനെ മാന്യമായി ഇന്ന് അതിനൊരു കെമിക്കല് തടയിട്ടതിന് ശേഷം ഇന്റർവെന്യൂസ് ആയിട്ട് ഇൻജെക്ട് ചെയ്ത് വളരെ ഹ്യൂമനായിട്ട് കൊല്ലുന്ന ഒരു മെത്തേഡാണ്. കൊല്ലുക അല്ലെങ്കിൽ അതിനെ മയക്കി കെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യൂത്തനേഷ്യ. ഇവരുദ്ദേശിക്കുന്ന യൂത്തനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ റോഡിൽ അങ്ങ് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ജനകീയ കമ്മിറ്റി എന്ന് പറയുന്നു. മിക്കവാറും അവിടെയുള്ള നാട്ടുകാരായിരിക്കും. അപ്പൊ നാട്ടുകാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്പെർട്ടൈസുള്ള ആളുകളാണോ നമുക്കറിയില്ല. അങ്ങനെ ഒരു ജനകീയ കമ്മിറ്റി പോകുന്നു, നായകളെ നോക്കുന്നു. ഈ നായക്ക് കാണാൻ ഭംഗിയില്ല, നായക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്, നായയുടെ കാല് ചിലപ്പോൾ ഒടിഞ്ഞതായിരിക്കും, അപ്പൊ ഈ ഡോഗ് മോർട്ടലി ഇഞ്ചേർഡ് ആണെന്ന് പറയുന്നു. അതിന് കൊണ്ടുപോകുന്നു, ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊല്ലുന്നു. അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന യൂത്തനേഷ്യ. പക്ഷെ ആ ഒരു യൂത്തനേഷ്യ അല്ല ഈ എന്താ പറയുക ആനിമൽ ഹസ്ബൻഡറിക്ക് കൊടുത്തുള്ള പ്രത്യേക യൂത്തനേഷ്യ അധികാരം അതുപോലെ ABC റൂളിൽ പറയുന്നത്. അത് വളരെ 1% അല്ലെങ്കിൽ അതിനും താഴെ 5% താഴെ എന്തെങ്കിലും ഈ മരിക്കാൻ പോകുന്ന ഒരു ഡോഗിന് ദയാപരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു പ്രൊവിഷൻ അല്ല. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ആളുകൾ സൈലന്റ് ആവും. ഇപ്പൊ കണ്ണൂർ എന്തായിരുന്നു, കണ്ണൂർ ഇത്രയും കടികൾ ഉണ്ടായപ്പോ അവിടെ ഷെൽട്ടർ ഉണ്ടാക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ ഷെൽട്ടർ ഉണ്ടാക്കി 3 ഷെൽട്ടറുകളിൽ എല്ലാ നായകളെയും കോർപ്പറേഷനിൽ നായകളെ കൊണ്ടുപോയി ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് തീരുമാനം ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു, അവിടെ കുറച്ച് ഡോഗ്സിനെ ഐസൊലേഷനിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു തീരുമാനം എടുത്തപ്പോൾ ആളുകളൊക്കെ മിണ്ടാതെ അവിടെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പോലെ ആരും അന്വേഷിച്ചില്ല. കാരണം ആളുകളുടെ വിചാരം നാളെ തന്നെ എല്ലാ നായകളെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മൾ അന്വേഷിച്ച പറഞ്ഞത് അവിടെ ഇതുവരെ ഇത്രയും 86 കടി ഉണ്ടായെന്ന് പറയുന്നു. അവിടെ ഇതുവരെ അതിനുശേഷം തീവ്ര വാക്സിനേഷൻ യജ്ഞം എന്ന് പറയുന്ന 2022 ഇറക്കിയിട്ടുള്ള സർക്കുലർ ഇതുവരെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു നായെ പോലും വാക്സിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്നും ചെയ്യാതെ യൂത്തനേഷ്യ ഒരു പരിഹാരമേ അല്ല. അത് ചെയ്യാനും പറ്റില്ല. നിയമപരമായിട്ട് ഓൾറെഡി നമ്മളുടെ ഒരു കേസിൽ സുപ്രീം കോടതി ദയാവധം നിഷേധിച്ചുകൊണ്ട് ഒരു കാരണവശാലും കനീൻ എന്ന് പറഞ്ഞ സ്പീഷീസിനെ ഇൻഡിസ്ക്രിമിനേറ്റ് കില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേരള സംസ്ഥാന സർക്കാർ തിരിച്ചുവിട്ടതാണ്. അതിനുശേഷം ഏത് റൂളിന്റെ ബേസിസിലാണ് ഇത് പറഞ്ഞതെന്ന് അറിയില്ല. എല്ലാ പഞ്ചായത്ത് രാജാക്ക് ബാക്കി റൂൾസ് ഒക്കെ ഈ ABC റൂൾ പ്രിവെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുള്ളത്.